ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മഹാനായ സ്വഹാബി പ്രമുഖൻ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 10 വർഷത്തെ ഖാദിമ്, ലോക ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു വ്യക്തിപ്രഭാവം പടുത്തുയർത്തിയ മഹാൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി. മഹാനവറുകൾ ധാരാളം താബിഈങ്ങളായ മഹത്തുക്കളുടെ ഉസ്താദും കൂടിയാണ്. സ്വഹാബിയായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു താബിഈങ്ങളിലെ പ്രമുഖരായ പല മഹത്തുക്കളുടെയും ഉസ്താദാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാനായ ശിഷ്യൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനുണ്ട്. അബൂ മുഹമ്മദ് റളിയല്ലാഹു അൻഹു എന്നാണ് ആ ശിഷ്യന്റെ പേര്. അബൂ മുഹമ്മദ് റളിയല്ലാഹു അൻഹു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ശ്രേഷ്ഠരിൽ നിന്നും ഇൽമു പഠിച്ച ആളാണ്. അതോടൊപ്പം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ധാരാളം ഹദീസുകളുടെ സനദിൽ കാണപ്പെടുന്ന വ്യക്തിത്വവുമാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും അബൂ മുഹമ്മദ് റളിയല്ലാഹു അൻഹു പഠിച്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ഉന്നയിക്കുന്ന 10 ചോദ്യങ്ങളും അതിന്റെ മറുപടിയും നമുക്ക് തസവുഫിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ സംസാരത്തിന്റെ തുടക്കം ഇബ്ലീസ് റബ്ബിനോട് ഉന്നയിച്ച 10 ചോദ്യങ്ങളും അതിന് കൃത്യവും വ്യക്തവുമായി അള്ളാഹു നൽകിയ മറുപടിയും ഒന്ന് ചർച്ച ചെയ്യാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒന്നാമത് ചോദ്യം, അള്ളാഹുവോട് ഇബ്ലീസ് ചോദിച്ചു അത്രേ, ഐ റബ്ബി ജഅൽത ലി ബനി ആദമ ബുയൂതൻ യദ്കുറൂനക ഫീഹാ ഫമാ ബൈതി. അള്ളാഹുവേ, മനുഷ്യ ജീവിതത്തെ നീ സംവിധാനിച്ചപ്പോ ആദം സന്തതികൾക്ക് ഭൂമിയിൽ നിന്നെ ഓർക്കാൻ വേണ്ടിയിട്ട് ഒത്തുകൂടാൻ കുറെ ഭവനങ്ങൾ എന്ന സംവിധാനം, അതായത് പള്ളികൾ എന്ന സംവിധാനം നീ ഉണ്ടാക്കിയിട്ടുണ്ട്. അള്ളാഹുവെ, നിന്നെ ഓർക്കാൻ പറ്റുന്ന വീടുകൾ മനുഷ്യരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നിന്നെ ഓർക്കാൻ വേണ്ടിയിട്ട് ആദം സന്തതികൾ ഒത്തുകൂടുന്ന ഭവനങ്ങൾ, പള്ളികളായാലും നല്ല നല്ല മനുഷ്യന്മാരുടെ വീടുകളായാലും ഏതായാലും ഒത്തുകൂടാൻ ഭവനങ്ങൾ എന്ന സംവിധാനം മനുഷ്യർക്ക് നീ ഭൂമിയിൽ കൊടുത്തിട്ടുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, റബ്ബേ ഫമാ ബൈത്തി, എന്നാൽ ഭൂമിയിലെത്തിയാൽ എനിക്കും എന്റെ ആളുകൾക്കും താമസിക്കാൻ ഒരു വീട് വേണം. ഏതാണ് റബ്ബേ ആ വീട് എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ മറുപടി അൽ ഹമാം, അത് മനുഷ്യന്മാരുടെ ബാത്റൂമാണ് നിന്റെ വീട് എന്ന് അള്ളാഹു മറുപടി പറഞ്ഞത്രേ. അപ്പൊ ഇബ്ലീസ് രണ്ടാമത് ചോദിക്കാണ്, ഫജഅൽത ലഹും മജാലിസ ഫമാ മജ്ലിസി. അല്ലാഹുവേ, മനുഷ്യർക്ക് ഭൂമിയിൽ ധാരാളം മജ്ലിസുകൾ നീ നൽകിയിട്ടുണ്ട്, എന്നാൽ എന്റെ മജ്ലിസ് ഏതാണല്ല? മജ്ലിസ് എന്ന പ്രയോഗം തന്നെ ആദരണീയമായ ഇരിപ്പിടം എന്നാണ് അതിനർത്ഥം. മനുഷ്യർക്ക് ധാരാളം മജ്ലിസുകൾ ഭൂമിയിലുണ്ട്, നല്ല നല്ല മജ്ലിസുകളുണ്ട്, എന്നാൽ എന്റെ മജ്ലിസ് ഏതാണ് അല്ലാഹ്? അള്ളാഹുവിന്റെ മറുപടി അസ്സൂഖ്, നിന്റെ മജ്ലിസ് അങ്ങാടിയാണടാ, നിന്റെ മജ്ലിസ് ചന്തയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനം. ഇബ്ലീസിന്റെ മൂന്നാമത്തെ ചോദ്യം, ഫജഅൽത ലഹും ഖിറാഅതൻ ഫമാ ഖിറാഅതി. ആദം സന്തതികൾക്ക് പാരായണം എന്ന് പറയുന്ന പുണ്യകർമ്മം നീ നൽകിയിട്ടുണ്ടല്ലോ, എന്നാൽ എന്റെ പാരായണം എന്താണ് അല്ലാഹ്? നമുക്ക് പാരായണമുണ്ടല്ലോ, ഖുർആന്റെ പാരായണമുണ്ട്, ഹദീസിന്റെ പാരായണമുണ്ട്, സീറയുടെ പാരായണമുണ്ട്, മദ്ഹിന്റെ പാരായണങ്ങളുണ്ട്, അങ്ങനെ പല പാരായണങ്ങൾ നമുക്കുണ്ട്. അള്ളാഹുവേ, മനുഷ്യർക്ക് നീ ഭൂമിയിൽ പാരായണ സംവിധാനം കൊടുത്ത് എന്റെ പാരായണം എന്താ? അള്ളാഹു പറഞ്ഞു, അശ്ശുർ, മ്ലേച്ഛമായ വാക്കുകളും ആശയങ്ങളും ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള വൃത്തികെട്ട പാട്ടുകളാണ് നിന്റെ പാരായണം എന്ന് ഇബ്ലീസിനോട് പറഞ്ഞു. അപ്പൊ ഇബ്ലീസ് നാലാമത് അല്ലാഹുവോട് ചോദിച്ചു, ഫജഅൽത ലഹും ഹദീസാ ഫമാ ഹദീസി. അല്ലാഹുവേ, മനുഷ്യർക്ക് നീ ഹദീസ് കൊടുത്തിട്ടുണ്ട്, എന്റെ ഹദീസ് ഏതാ? ഹദീസ് എന്ന് പറഞ്ഞാൽ മഹത്വരമായ വർത്തമാനങ്ങൾ, മഹത് വചനങ്ങൾ. അള്ളാഹുവെ, മനുഷ്യർക്കിടയിൽ ധാരാളം മഹത്വ വചനങ്ങളുണ്ട്. അത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാവാം, സ്വഹാബികൾ പഠിപ്പിച്ചതാവാം, അറിവുള്ള മഹാന്മാർ പറഞ്ഞു തരുന്ന ഏത് മഹത്വവചനവും, മനുഷ്യന് ഉപകാരമുള്ള ഏത് മഹത്വവചനവും. മനുഷ്യർക്കിടയിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട് അല്ലാഹ്. എന്നാൽ എന്റെ മഹത്വവചനം ഏത് എന്ന് ചോദിക്കുമ്പോൾ
ഇബ്ലീസിനോട് അള്ളാഹു പറയുന്ന മറുപടി അൽ കദിബു, നിന്റെ ഹദീസ് കള്ളമാണ്, നുണയാണ് എന്ന് അള്ളാഹുവിന്റെ മറുപടി. ഇബ്ലീസിന്റെ അഞ്ചാമത്തെ ചോദ്യം ഫജഅൽത ലഹും അദാനാ ഫമാ അദാനി, ഭൂമിയിലെ മനുഷ്യരിൽ വാങ്കുവിളി എന്ന് പറയുന്ന സംവിധാനം നീ വച്ചിട്ടുണ്ട് അല്ലാ, എന്നാൽ എന്റെ വാങ്കുവിളി ഏതാണെന്ന് ഇബ്ലീസ് ചോദിക്കുന്നു. ഇബ്ലീസിന്റെ വാങ്കുവിളി ഏതാന്ന് അള്ളാഹു കൊടുത്ത മറുപടി അൽ മിസ്മാർ, വാദ്യ ഉപകരണങ്ങൾ കൊണ്ടുള്ള ആ ശബ്ദമുണ്ടാക്കലാണ് നിന്റെ വാങ്കുവിളി. ഇബ്ലീസിന്റെ ആറാമത്തെ ചോദ്യം ഫജഅൽത ലഹും റുസുല ഫമാ റുസുലി, അള്ളാഹുവേ ഭൂമിയിൽ വന്ന മനുഷ്യന്മാർക്ക് നീ പ്രവാചകന്മാരെ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, മുർസലീങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, അംബിയ മുർസലീങ്ങൾ. എന്നാൽ എനിക്കും വേണം അതുപോലെ ചില ദൂതര്. എന്റെ മുർസലീങ്ങൾ ആരാണ് അള്ളാഹു പറഞ്ഞു അൽ കഹ്ന, നിന്റെ ഭൂമിയിലെ ദൂതര് അത് ജ്യോത്സ്യപ്പണിയെടുക്കുന്ന കണിയാന്മാരാണ് ഇബ്ലീസേ. ഇബ്ലീസിന്റെ ഏഴാമത്തെ ചോദ്യം അല്ലാഹുവേ ഫജഅൽത ലഹും കിതാബ ഫമാ കിതാബി, ആദം സന്തതികൾക്ക് ഭൂമിയിൽ നീ കിതാബ് കൊടുത്തിട്ടുണ്ട്. കിതാബ് പരിശുദ്ധ ഖുർആൻ, തിരു ഹദീസുകൾ, നമ്മുടെ പ്രമാണങ്ങളായ കിതാബുകൾ, അല്ലെങ്കിൽ എഴുതപ്പെട്ടതായ മാർഗദർശനം കൊടുത്തിട്ടുണ്ട്, ജീവിത തത്വങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിയമസംഹിത കൊടുത്തിട്ടുണ്ട്. എന്റെ നിയമസംഹിത, എനിക്കുള്ള എഴുത്ത് ഏതാണ് അള്ളാഹുവിനോട് ഇബ്ലീസിന്റെ ചോദ്യം. അള്ളാഹു പറഞ്ഞ മറുപടി അൽ വസ്മു, പച്ചകുത്തലുണ്ടല്ലോ, പച്ചകുത്ത ഇസ്ലാം നിരോധിച്ചതാണിത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചതാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ വസ്മി, അവിടുന്ന് പച്ച കുത്തുന്ന സ്വഭാവത്തെ അവിടുന്ന് കർശന ഭാഷയിൽ നിരോധിച്ചിട്ടുണ്ട്. ഇബ്ലീസിനോട് അള്ളാഹു പറയുന്നു, ഇബ്ലീസിന്റെ ഏഴാമത്തെ ചോദ്യം എന്റെ എഴുത്ത് ഏതാണ് എന്റെ കിതാബ് ഏതാണ്? അള്ളാന്റെ മറുപടി നിന്റെ എഴുത്ത്, നിന്റെ കിതാബ് അത് പച്ചകുത്തലാണ്. എട്ടാമത്തെ ചോദ്യം ഫജഅൽത ലഹും മസാഇദ, അള്ളാഹുവേ ഭൂമിയിലെ മനുഷ്യന്മാർക്ക് ധാരാളം വേട്ട സ്ഥലങ്ങൾ നീ കൊടുത്തിട്ടുണ്ട്, വേട്ടയാടാൻ പറ്റിയ സ്ഥലങ്ങൾ. ഭൂമിയിൽ മനുഷ്യർ വേട്ടയാടുന്നുണ്ട് അല്ലേ? വേട്ടയാടല് പല നിലക്കുണ്ട്. നായാട്ട്, വനത്തിൽ പോയി വേട്ടയാടാം, അല്ലെങ്കിൽ മത്സ്യബന്ധനം, ചൂണ്ടയിട്ട് മീൻ പിടിക്കാം, വലവീശി മീൻ പിടിക്കാം. അങ്ങനെ വേട്ട സംവിധാനം, വേട്ടയ്ക്ക് പോകാനുള്ള അവസരം ഭൂമിയിലെ മനുഷ്യന്മാർക്ക് നീ കൊടുത്തിട്ടുണ്ട്. ഈ പാവപ്പെട്ട ഇബ്ലീസിന് വേട്ടയാടാൻ പോകാൻ എവിടെയുള്ളതാ? എനിക്ക് വേട്ടയാടി ഇരയെ പിടിക്കാൻ എവിടെയാണുള്ളതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ മറുപടി അന്നിസാ, അള്ളാഹു എന്ന വിചാരം വിട്ട് ജീവിക്കുന്ന പെണ്ണുങ്ങളുടെ ഇടയിലാണ് നിനക്ക് വേട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ അവസരമുള്ളത്. ഇബ്ലീസ് പെണ്ണുങ്ങളുടെ കൂടെ കൂടും, അങ്ങനെ അവരുടെ ഉള്ളിലേക്ക് ഹറാമിയത്ത് കടത്തി കൊടുക്കും. അപ്പൊ പിന്നെ അവര് തലേ തുണിയിടലില്ല, മറ്റുള്ളത് മോശമായ രീതികളിലേക്കൊക്കെ പോകും. നിനക്ക് ഏറ്റവും കൂടുതൽ വേട്ടയ്ക്ക് പോയാൽ നിനക്ക് ഗുണം കിട്ടുന്ന നിന്റെ വേട്ട സ്ഥലം അത് ഭൂമിയിലെ ചീത്ത സ്വഭാവക്കാരികളായ സ്ത്രീകളാണത്രേ. ഇബ്ലീസിന്റെ ഒമ്പതാമത്തെ ചോദ്യം അള്ളാഹുവേ ഭൂമിയിൽ മനുഷ്യന്മാര് വെള്ളം കുടിക്കുന്നുണ്ട്, ജഅൽത ലഹും ശറാബ, ഭൂമിയിൽ മനുഷ്യര് വെള്ളം കുടിക്കുന്നു, എനിക്കും കുടിക്കാനുള്ള ഭൂമിയിലെ പാനമേത് എന്ന് ചോദിച്ചപ്പോൾ, എന്റെ പാനീയം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ മറുപടി കുല്ലു മുസ്കിർ, എല്ലാ ലഹരി പദാർത്ഥങ്ങളും നിന്റെ പാനീയമാണ്. ലഹരി, മദ്യത്തിന്റെ ഏതൊക്കെ രൂപത്തിലുള്ള ലഹരികളുണ്ടോ, ദ്രാവക രൂപം, അത് മുഴുവനും നിനക്ക് പാനീയമാക്കാവുന്നതാണ്. ഇബ്ലീസിന്റെ പത്താമത്തെ ചോദ്യം പടച്ചറബ്ബേ ഫജഅൽത ലഹും തുആമ, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് നീ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് ഭക്ഷണമുണ്ട്, എന്നാൽ ഫമാ തുആമി, എന്റെ ഭക്ഷണം ഏതാണ് എന്റെ ഭക്ഷണം ഏതാണ് തമ്പുരാനെ? അള്ളാഹു പറഞ്ഞു, ഭൂമിയിൽ ഇബ്ലീസിനും ഇബ്ലീസിന്റെ ആളുകൾക്കും ഭൂമിയിൽ അള്ളാഹു വെച്ചിരിക്കുന്ന ഭക്ഷണം, ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഭക്ഷണം ലം യുദ്കറ അലൈഹി ഇസ്മി, അള്ളാന്റെ ഇസ്മ ചൊല്ലിയിട്ട് തിന്നാത്ത ഭക്ഷണമൊക്കെ ഇബ്ലീസിന്റെ ഭക്ഷണമാണത്രേ. ബിസ്മി ചൊല്ലുക ദിക്റാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാനെ ഓർക്കപ്പെടുന്ന എല്ലാത്തിനും ദിക്ർ എന്ന് പറയും. തുഹ്ഫയുടെ
3-ാം വാള്യം, ഏകദേശം സക്കാത്തിനെ കുറിച്ച് പറയുന്ന ഭാഗം. സക്കാത്തിനെ കുറിച്ച് പറയുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുഹ്താജിൽ അരി ആഹാരം കഴിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണെന്ന ഒരു പ്രതിപാദ്യം നമുക്ക് കാണാൻ കഴിയും. അരി ഭക്ഷണം കഴിക്കുമ്പോൾ സ്വലാത്ത് അല്ല. ഒരിക്കൽ എൻ്റെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹം ഒരുപാട് കിതാബൊക്കെ ഓതി പഠിച്ച ആളാണ്, ഹാജിയാരാണ്, മൂപ്പര് ബിസിനസ്സാണ്. ഒരു കല്യാണ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ ഇദ്ദേഹം ഇങ്ങനെ ഇരുന്ന് സ്വലാത്ത് ചെല്ലുന്നുണ്ട്. അദ്ദേഹം കൂടുതൽ സ്വലാത്ത് ചെല്ലുന്ന ആളാണ്. ഭക്ഷണം കഴിക്കുമ്പോഴും സ്വലാത്തല്ല. എൻ്റെ അടുത്തിരുന്ന് കഴിച്ച് ഞാൻ ശ്രദ്ധിച്ചു, ഒരു സാധാരണക്കാരൻ ഈ അറിവ് ജീവിതത്തിൽ പകർത്താൻ. നമ്മൾ ചോറ് തിന്നുമ്പോൾ ഏറ്റവും കൂടുതൽ വർത്താനം പറയുന്ന ആൾക്കാരാണ്. എന്നാൽ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലണം അരി ആഹാരം കഴിക്കുമ്പോൾ സുന്നത്താണ്. എവിടെയുണ്ട്? വെറുതൊന്നും പറയല്ല, തുഹ്ഫയിലുണ്ട്, ഷെർവാനി വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്താ കാരണമെന്നറിയുമോ? നമ്മുടെ ഇമാമിയങ്ങൾ വ്യാഖ്യാനിക്കുന്നു, വിശദീകരിക്കുന്നു. എല്ലാ ഭക്ഷണത്തിലും രോഗവും അതിന്റെ രോഗമരുന്നുമുണ്ട്. രോഗമുണ്ട്, രോഗത്തിനുള്ള മരുന്നുണ്ട് എല്ലാ ഭക്ഷണത്തിലും. ഇല്ലല്ല റുസ, അരിയിലൊഴിച്ച്, അരി ആഹാരത്തിലൊഴിച്ച്. കാരണം അതിൽ മരുന്ന് മാത്രമാവുള്ളൂ, രോഗത്തിനുള്ള ഒന്നുമില്ലതിൽ. കാരണം അരി എന്ന് പറയുന്ന ആഹാരം അള്ളാഹു ആദരിച്ചതാണ്. ഖുലിഖത് മിൻ നൂരി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഗൈരി വാസിത. റസൂലുള്ളാഹിയുടെ പ്രകാശത്തിൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പഠിച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് അരി ആഹാരം എന്ന് തുഹ്ഫ, ഷെർവാനി അടക്കം നമുക്ക് ഇത് കാണാൻ കഴിയും. ഇസ്ലാമിക കർമ്മശാസ്ത്രം അങ്ങനെ പറയുന്നത്. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിലും സ്വലാത്ത് ചൊല്ലാം. അടിസ്ഥാനപരമായ സ്വലാത്തും ദിക്ർ തന്നെയാണ്. ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ വെച്ചിട്ടാണ് ബിസ്മി എല്ലാം മറന്നത് ഓർമ്മ വന്ന അവിടെ നിന്നാണെങ്കിലും തുടങ്ങാം. അപ്പൊ അതുവരെ നമ്മുടെ കൂടെ ഇരുന്ന് കഴിച്ച പിശാച് അവിടെ വെച്ച് ഓക്കാനിച്ച് ഛർദിച്ചത് കളയുമത്രേ. അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രത്തോളം അള്ളാഹുവിന്റെ ഇസ്മ, അള്ളാഹിന്റെ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാവാൻ പാടില്ല. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ അദബുകൾ പാലിച്ച് ബിസ്മിയൊക്കെ ചൊല്ലി, അരിയുള്ള ഭക്ഷണമാണെങ്കിൽ, അരി പൊടി കൊണ്ടുള്ള ഭക്ഷണമാണെങ്കിൽ, കാർബോഹൈഡ്രേറ്റ്, അരി എന്ന് പറഞ്ഞാൽ ഗോതമ്പൊക്കെ അതിൽപ്പെടും കേട്ടോ. ഇനിയിപ്പോ സംശയം വേണ്ട, ചപ്പാത്തി ചെല്ലുമ്പോൾ ചൊല്ലാൻ പറ്റുമെന്നൊന്നും ചിന്തിക്കണ്ട. കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം, ധാന്യങ്ങൾ കൊണ്ടുള്ള എല്ലാ ഭക്ഷണവും കഴിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. അതിന്റെ ഇടയിൽ വർത്താനം പറയാൻ നമുക്ക് കഴിയുമെങ്കിൽ വർത്തമാനമല്ല പറയേണ്ടത്, സ്വലാത്ത് ചൊല്ലണം. ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിലുള്ള അദബുകളിൽപ്പെട്ടതാണിത്. നമ്മൾ ദിക്റുകളുമായി ബന്ധപ്പെടാതെ നടത്തുന്ന ഭക്ഷണ സൽക്കാരങ്ങളും നാം കഴിക്കുന്ന ഭക്ഷണങ്ങളും ഇബ്ലീസിന്റെ ഭക്ഷണമാണെന്ന് ഹദീസിലുള്ളതിനെ സ്ഥിരപ്പെടുത്തി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ മഹാനായ അബൂ മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹാബിയിൽ നിന്നും, സ്വഹാബിയായ തന്റെ ഗുരുനാഥൻ അനസ് ബിൻ മാലിക് തങ്ങളിൽ നിന്നും പഠിച്ചത് നമുക്ക് പഠിപ്പിച്ചു തന്നു. അള്ളാഹു അറിവിൽ ബർക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വലിയ മഹാനാണ് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്. ഹിജ്റയുടെ 107-ാമത്തെ വർഷം ജനിച്ച് 187-ാമത്തെ വർഷം വഫാത്താകുന്ന ആദ്യകാലങ്ങളിലെ മഹാന്മാരായ സൂഫിയാക്കളുടെ നേതാവ് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. ഖർനുസാനിയിലെ ഏറ്റവും വലിയ മഹാൻ എന്നാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഫിഖ്ഹ് അറിയാവുന്ന താബിഈങ്ങളിൽ പ്രമുഖൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും വലിയ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നു. അയാൾ വന്നിട്ട് ചോദിച്ചു, അയാൾ വന്നിട്ട് ആവശ്യപ്പെട്ടു, ഔസിനി ബിശൈ, മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവരെ, എന്നോട് എന്തെങ്കിലും ഒരു വസിയത്ത് പറയാവോ, എനിക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ. നമ്മളോടൊക്കെ പലരും ചോദിക്കാറില്ലേ, എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞാ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്ന പോലെ അല്ലേ. വാപ്പ ഒരു ഉപദേശം തരൂ എന്ന് ചോദിക്കാലോ വാപ്പയോട്. ഉസ്താദ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരോ, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്, ചൊല്ലാൻ പറ്റിയത്, അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. പൊതുവെ അങ്ങനെ പറയുന്ന പോലെ ഒരു മഹാനെ കാണാൻ വന്നു ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. ഈ മഹാൻ അറിയപ്പെടുന്ന പേര് തന്നെ സാഹിദുൽ ഹറമൈനി എന്നാണ്. സാഹിദുൽ ഹറമൈനി എന്നറിയപ്പെടുന്ന മഹാനാണ്. 2 ഹറമിലായി മഹാനവറുകൾ സുഹദിന്റെ ജീവിതം ജീവിച്ച മഹാനാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ ഒരാൾ ഒരിക്കൽ കാണാൻ വന്നപ്പോൾ പറഞ്ഞു, ഔസിനി ബിശൈ,
എന്തെങ്കിലും ഞാൻ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്നോട് വസിയത്തായി പറയുമോ? ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഹ്ഫദ് അന്നി ഖംസ, മോനെ നീ എൻ്റെ അടുത്ത് നിന്ന് പോകുന്നതിന് മുന്നേ 5 കാര്യങ്ങൾ പഠിച്ചോളണം. ഈ 5 കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണേ. 5 കാര്യം അല്ലാഹു നമുക്കും ജീവിതത്തിൽ എത്തിച്ചു തരട്ടെ. ഒന്നാമത്തെ കാര്യം കേട്ടോളൂ. ഇന്നമാ അസാബക മിൻ ശൈഇൻ ഫഖുൽ ദാലിക ബിഖളാഇല്ലാഹി തആല ഹത്താ തദ്ഫഅൽ മലാമത അനിൽ ഖൽഖി. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇത് ബന്ധമുണ്ട്. നിനക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് സംഭവിച്ചു, അങ്ങനെ മുസീബത്ത് സംഭവിച്ചപ്പോ നിന്റെ മനസ്സ് ഉറച്ചു വിശ്വസിച്ചു അത് അള്ളാന്റെ ഖലാ കൊണ്ടുണ്ടായതാണെന്ന്. ജനങ്ങൾ പറയാൻ തുടങ്ങി, അത് മൂപ്പര് സൈക്കിളിൽ നിന്ന് വീണത് പൂച്ച വട്ടം ചാടിയിട്ടാ, ഇന്ന് പോയിട്ട് അവിടെ ആ ബില്ല് പാസ്സാവാതിരുന്നത്, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയി ഇത് നടക്കാതെ പോകുന്ന വഴിയിൽ പൂച്ച വട്ടം ചാടിയിട്ടാ, പുറകേന്ന് കുമ്പിളി വിളിച്ചിട്ടാന്നൊക്കെ പറയും. ജനങ്ങൾ പല നിലക്കുള്ള മോശമായ വർത്തമാനം പറയുന്ന ഒരു ശീലമുണ്ട് ചില കാര്യങ്ങളില്. നിനക്ക് മോശമായ എന്തെങ്കിലും ഒരു മുസീബത്ത് സംഭവിച്ചപ്പോ നീ ഉറച്ചു പറയാണിത് അല്ലാഹ് ഖലാ ആക്കിയത് എനിക്ക് വന്നതാണ്. നിന്റെ ഈ വിശ്വാസവും അതിന്റെ പ്രകടനവും അല്ലാഹ് ഖലാ ആക്കിയത് എനിക്ക് വന്നത്, അങ്ങനെ അല്ലേക്ക, അത് പൂച്ച വട്ടം ചാടിയിട്ടല്ല, ഞാൻ ആ സൈക്കിളിൽ നിന്ന് വീണത് അല്ലാഹു ഖലാ ആക്കിയത് എനിക്ക്. നിന്റെ ഈ ദൃഢമായ നിലപാട് ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങ് ചെല്ലുമ്പോൾ ജനങ്ങൾ അവരുടെ അഭിപ്രായത്തിൽ നിന്നും മാറി അല്ലാഹ് തന്നതാണ് എന്ന് നീ പറയുന്നതിലേക്ക് ജനങ്ങൾ ചേരും വിധം നിനക്ക് ഈ നിലപാട് ഉറപ്പിച്ചു നിർത്താൻ പറ്റുമോ? പടച്ചോന്റെ ഖലാഇനോട് അത്ര കണ്ട് പൊരുത്തപ്പെട്ട് നിൽക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ അത് ചെയ്യാ. ഒന്നാമത് പറയാനുള്ളത് അതാ. രണ്ടാമത് നിന്നോട് പറയാനുള്ളത് ഇഹ്ഫദ് ലിസാനക, മറ്റുള്ളവന്റെ കുറ്റം പറയാതെ, മറ്റുള്ളവനെ പാര വയ്ക്കാതെ, മറ്റുള്ളവന് വേണ്ടിയിട്ട് കെണി നിർമ്മിക്കാതെ നിന്റെ നാവ് കൊണ്ട് നീ സൂക്ഷ്മത പുലർത്തിയാൽ ലിയൻജുവ കുല്ലുൽ ഖൽഖി മിൻക, മറ്റുള്ളവർ നിന്റെ അടുക്കൽ നിന്നും നിന്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയും വ അൻത തൻജൂ മിൻ അദാബില്ലാഹ്, നീ മറ്റുള്ളവർക്ക് നിന്റെ നാവ് കൊണ്ട് കെണിയും നുണയുമെല്ലാം പറഞ്ഞും പ്രചരിപ്പിച്ചും നീ നടന്നാൽ നാളെ അള്ളാന്റെ ശിക്ഷ നിനക്ക് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവാതിരിക്കാനും നീ പറയാതിരിക്കുക വഴി ജനങ്ങൾക്ക് ഉപദ്രവമില്ലാതിരിക്കാൻ വേണ്ടിയും നാവിനെ സൂക്ഷിക്കുക. ഇതാണ് രണ്ടാമത് നിന്നോട് പറയാനുള്ള വസിയത്ത്. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വന്നയാളോട് മഹാനവറുകൾ പറയാൻ പോകുന്നു മൂന്നാമത്തെ വസിയത്ത്. സിദ്ഖു റബ്ബിക ബിമാ വഅദക മിനർ റിസ്ഖി ഹത്താ തകൂന മുഅ്മിനാ, അല്ലാഹു നിനക്ക് തീരുമാനിച്ചത് തരുന്നുണ്ട്. അല്ലാഹു നിന്നെ പട്ടിണിക്കിട്ടിട്ടില്ല. റബ്ബ് നിനക്ക് ഇതെല്ലാം തരുന്നു, എല്ലാം തന്നത് അല്ലാഹയാണ് എന്ന് റബ്ബിനെ കുറിച്ച് മനസ്സിൽ സത്യസന്ധമായി ഉറച്ചു വിശ്വസിക്കാൻ നിനക്ക് കഴിയുന്നുവോ? എന്നാൽ നിനക്ക് മൂമിനാവാൻ കഴിയും. എനിക്ക് എന്റെ കാര്യങ്ങളിൽ ഒരു കുറവും വരുന്നില്ല, എന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹ് നടത്തി തരുന്നുണ്ട്, ഇതിങ്ങനെ വിശ്വസിക്കാൻ നിനക്ക് കഴിയണം. നിന്റെ കിണറിലെ ഉറവ അള്ളാഹ് തന്നതാണെന്ന് വിശ്വസിക്കണം. നിന്റെ കുടുംബത്തിന്റെ അകത്ത് അടുപ്പിൽ തീയ പുകയുന്നത് അള്ളാഹ് തന്നതാണെന്ന് വിശ്വസിക്കണം. അങ്ങനെ റബ്ബിന് അത്തരം അനുഗ്രഹങ്ങളിൽ വാസ്തവമാക്കാൻ കഴിഞ്ഞാൽ നിനക്ക് മൂമിനാവാൻ പറ്റും. മൂന്നാമത് പറയാനുള്ളത് ഇതാണ്. നാലാമത് ഞാൻ പറയട്ടെ, ഇസ്തഇദ്ദ ലിൽ മൗതി ഹത്താ ലാ തമൂത ഗാഫിലാ. നാലാമത് പറയാനുള്ളത്, എപ്പ വേണമെങ്കിലും നീ മരിക്കുമെന്ന വിചാരത്തോടുകൂടെ കഴിയാ. എപ്പ വേണമെങ്കിലും മരിക്കും. അങ്ങനെ എപ്പ വേണമെങ്കിലും മരിക്കുമ്പോ ഞാനൊരു മരണം പ്രതീക്ഷിക്കാത്ത അവസ്ഥയിൽ മരിച്ചു എന്നുള്ള അവസ്ഥ വേണ്ട. മരണം പ്രതീക്ഷിക്കാത്ത നേരത്താണ് ഞാൻ മരിക്കുന്നതെന്ന് വേണ്ട. എപ്പോഴെങ്കിലും മരിക്കുമെന്ന തയ്യാറെടുപ്പിൽ നീ കഴിയണം. അതാണ് നാലാമത്തെ വസിയത്ത്. അഞ്ചാമത്തെ വസിയത്ത് കേട്ടോളൂ. നമ്മുടെ ജീവിതവുമായി വലിയ ബന്ധം ഉണ്ടാവേണ്ട കാര്യമാണ് അഞ്ചാമത്തെ വസിയത്ത്. എല്ലാം നമ്മളുമായിട്ട് ബന്ധമുണ്ട്. അഞ്ചാമത്തത് പ്രത്യേകിച്ച് നമ്മുടെ വിഷയമാണ്. വൽ ഖാമിസു, അഞ്ചാമത്തെ വസിയത്ത്, ഉദ്കുറുല്ലാഹ കസീറ. നീ എത്ര ദിക്ർ ചൊല്ലുന്ന ഇന്ന് അതിനേക്കാൾ കൂടുതൽ നാളെ ചൊല്ലണം. നാളെ ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ അതിന്റെ പിറ്റേ ദിവസം ചൊല്ലണം. ദിക്റുകൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി ചൊല്ലിക്കൊണ്ടേയിരിക്ക. എന്തിനാണെന്നറിയുമോ? ഹൈസുമാ കുന്ത ഹത്താ തകൂന മുഹ്സനം മിൻ ജമീഇ സിയ്യാത്. കൂടുതൽ ദിക്ർ ചൊല്ലിയാൽ
നിനക്ക് ഒരു പാപവും ചെയ്യാൻ പറ്റൂല. ആലോചിച്ചിട്ടുണ്ടോ? പള്ളികളൊക്കെ അടച്ചു കിടക്കുന്ന അവസ്ഥയില്, കൊറോണ കൊണ്ട് പൊറുതിമുട്ടുന്ന അവസ്ഥയില് ഏറ്റവും കൂടുതൽ പള്ളി അടഞ്ഞു കിടക്കുന്ന കാര്യത്തിൽ സങ്കടപ്പെടുന്നവര് നമ്മുടെ ഉപ്പമാരാണ്. നേരത്തെ തന്നെ പള്ളിയിലേക്ക് വന്ന് പള്ളിയെ സജീവമാക്കിയ മഹാന്മാർ ഇന്നവർക്ക് വരണ്ട എന്ന നിയമം 65 വയസ്സിന്റെ മുകളിലേക്കെന്ന് പറയുമ്പോൾ അവർ വിഷമിക്കാണ്, വേദനിക്കാണ്. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ ദിക്റ് ചെല്ലുന്നവരവരാ. എപ്പോഴും അവരുടെ കയ്യ് ദിക്റില്, നാവ് ദിക്റില്, ചിന്ത ദിക്റില്, അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ചൊല്ലി ചൊല്ലി അവര് തസ്ബീഹിന്റെ മണികൾ ഇങ്ങനെ മറിക്കുമ്പോ നാം മനസ്സിലാക്കുക, അവരൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഭൂമി നിലനിൽക്കുന്നത്. സ്വാലിഹീങ്ങളുടെ ഇബാദത്ത് ഇല്ലെങ്കിൽ, ലൗലാ ഇബാദുൽ ലില്ലാഹി റുക്കഉ വസ്ബിയത്തും മിനൽ തമാറുല്ലഉ വമുഹ്മിലാതു ഫിൽ ഫലാത്തി റുത്തഉ സുബ്അലൈകുമുൽ അദാബുൽ ഔസഉ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റുകൂഉം സുജൂദും ചെയ്യുന്ന അടിമകൾ അല്ലാഹുവിന് ഉള്ളത് കൊണ്ട് മാത്രമായി ഭൂമി തകരാത്തത് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനം പറയുന്നിടത്ത് ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്ന ഒരു കവിതയിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നമുക്ക് ഇൽമിൽ ബറക്കത്ത് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പാപസുരക്ഷിതത്വം ലഭിച്ചവരും അതോടൊപ്പം അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ദിക്റ് ചൊല്ലി അനുസ്മരിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലെ കാരണവന്മാരാണ്. അതുകൊണ്ടാണ് ദീനുള്ള മുടി നിറച്ചതിന്റെ കൂടെ ദീനുമുണ്ട്, ദീനുള്ളതിന്റെ കൂടെ മുടി നിറച്ചവൻ അവനെ ബഹുമാനിക്കൽ അള്ളാനെ ബഹുമാനിക്കുന്നതിന് തുല്യമാവാം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ ബഹുമാനിക്കണോ നിനക്ക്? ഭൂമിയിൽ തലമുടി നിറച്ച ദീനുള്ള ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, അവരെ ബഹുമാനിക്കുക. ഇന്ന മിൻ ഇജ്ലാലില്ലാഹി തആല ഇക്റാമ ദിശ്ശൈബത്തി ഫിൽ ഇസ്ലാം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹാഹിന്റെ കിതാബുകളിൽ നമുക്ക് ഹദീസ് കാണാം. അള്ളാഹനെ ബഹുമാനിക്കലാണ് തലമുടി നിറച്ച പ്രായമുള്ള നമ്മുടെ കൂട്ടത്തിൽ ദീനുള്ള ഇബാദത്തുള്ള ഉപ്പമാരെയും ഉമ്മമാരെയും ബഹുമാനിക്കുക എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 5ാമത്തെ വസിയത്ത് എപ്പോഴും ദിക്ർ ചൊല്ലുന്നവനായാൽ തെറ്റുകൾ ചെയ്യാതെ അള്ളാഹു ഒരു സുരക്ഷിതത്വം തരിക വഴി നിനക്ക് റബ്ബിനോട് അടുക്കാൻ കഴിയും. ഇങ്ങനെ 5 വസിയത്താ പറഞ്ഞത്. 5 വസിയത്ത്. ഒന്നാമത്തേത്, എന്തെങ്കിലും മുസീബത്ത് വരുമ്പോൾ ഇത് പടച്ചോ നിശ്ചയിച്ചാണ് എന്ന ആ ഒരു വിശ്വാസ പ്രചരണം നിന്നിലുണ്ടാവണം. 2ാമത്തെ വസിയത്ത്, മറ്റുള്ളവന്റെ കുറ്റവും പറയരുത്, മറ്റുള്ളവർക്ക് നാവ് കൊണ്ട് കെണിയും പാറയും വെക്കരുത്, അത്രത്തോളം ജനങ്ങളെ നിന്റെ നാവ് കൊണ്ട് സംരക്ഷിക്കണം. 3ാമത്തെ വസിയത്ത്, അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ കാണുമ്പോൾ ഇത് അള്ള തന്നതാണെന്ന് അങ്ങോട്ട് കരുതി വിശ്വസിക്കലും അത് സത്യമാക്കലും ആണ് 3ാമത്തെ വസിയത്ത്. 4ാമത്തെ വസിയത്ത്, തയ്യാറെടുപ്പോടുകൂടെ മരണത്തിന് വേണ്ടി പ്രതീക്ഷിച്ച് എപ്പോഴും കഴിയലാണ്, മരണത്തിന് വേണ്ടി ഒരുങ്ങലാണ് 4ാമത്തെ വസിയത്ത്. 5ാമത്തെ വസിയത്ത്, എത്ര കണ്ട് ദിക്റ് ചൊല്ലാൻ പറ്റുമോ അത്രയും ദിക്റുകളുമായി ബന്ധപ്പെടാ, എന്നാൽ പിശാചിന്റെ ശല്യങ്ങളെ തൊട്ട് നിനക്ക് കാവൽ കിട്ടും എന്നതാണ് 5ാമത്തെ വസിയത്ത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ അല്ലെങ്കിലും നമ്മുടെ വർത്താനമൊക്കെ നമ്മൾ അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ട ദിക്റാവുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് പൊരുത്തമുള്ള, അള്ളാഹിനെ ഓർക്കാൻ പറ്റുന്ന എല്ലാ വർത്താനവും ദിക്റാണ്. അപ്പൊ നമ്മളൊരു കുറച്ച് സംസാരിക്കുന്നു എന്ന് വെക്കാം, അത് മൊത്തവും ദിക്റാവാം. കാരണം അള്ളാഹ്ക്ക് ഇഷ്ടം. ഇപ്പൊ നമ്മൾ നടത്തുന്ന സംസാരമാണല്ലോ, ഞാനീ പറയുന്നത് സംസാരമാണ്. അള്ളാഹു ഇതൊരു ദിക്റായി കബൂലാക്കട്ടെ. കേൾക്കുന്നവർക്ക് ദിക്ർ കേട്ടു എന്ന കൂലി തന്ന അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ സംസാരിക്കുന്ന സംസാരങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ വായിൽ നമ്മൾ ആ ഒരു പരിശീലനവും ശ്രമവും നടത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം കാണാം. മഹാനവറുകൾ ഒരിക്കൽ ഒരു മനുഷ്യൻ വർത്തമാനം പറയുന്നത് കണ്ടു. ആ വർത്തമാനം ദുനിയവിയായ വിഷയമാണ് പറയുന്നത്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റഈസുസ്സാഹിദീൻ, ദുനിയാവിന്റെ സുഖലോലുപതയെ വേണ്ടെന്ന് വെച്ച മഹത്തുക്കളിലെ നേതാവ് എന്ന് പോലും വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു
ദുനിയവിയായ കാര്യം, തീർത്തും ദുനിയവിയായ കാര്യം കാണുന്ന ഒരാളെ, ആ കാര്യത്തിൽ സംസാരം കൊണ്ട് നടക്കുന്ന ഒരാളെ ശ്രദ്ധിച്ചു. എന്നിട്ട് അയാളുടെ അടുത്ത് പോയി നിന്നു. എന്നിട്ട് ചോദിച്ചു, എടെ സഹോദര, ഒരു കാര്യം ചോദിക്കട്ടെ, നീ ഇപ്പൊ വർത്താനം പറഞ്ഞല്ലോ, നീ പറഞ്ഞ വർത്തമാനം കൊണ്ട് നിനക്ക് കൂലി കിട്ടും എന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ടോ? അയാൾ പറഞ്ഞു, ഞാൻ കൂലി കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെ പറഞ്ഞതല്ല. അപ്പൊ മഹാനവറുകൾ വീണ്ടും ചോദിച്ചു, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിനക്ക് ശിക്ഷ വരും എന്നത് നീ പേടിയില്ലാതിരിക്കാണോ? അള്ളാന്റെ ഭാഗത്ത് നിനക്ക് ശിക്ഷ വരും എന്ന കാര്യത്തിൽ നിർഭയത്വമുണ്ടോ നിനക്ക്? അയാൾ പറഞ്ഞു, ഇല്ല, എനിക്ക് പേടിയുണ്ട്. അള്ളാന്റെ ഭാഗത്ത് നിന്ന് ശിക്ഷ വരും എന്ന കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട്. എന്നാ എന്തിനാടാ കൂലി കിട്ടുമെന്ന് ഉറപ്പില്ല, എന്നാ ശിക്ഷ കിട്ടുമെന്ന് ഏകദേശം ഉറപ്പുമുള്ള ഇത്തരം വർത്താനം പറയൽ നിർത്തിയിട്ട് അള്ളാഹുവിന്റെ ദിക്റുകൾ മാക്സിമം ചൊല്ലൂ എന്ന് ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു. അത്രത്തോളം മഹാന്മാരുടെ ചിന്തയും അവരുടെ വിചാര പദങ്ങളും നമ്മുടെ മുന്നിൽ പാഠമാണ്. അള്ളാഹു പാഠമാക്കി തരട്ടെ. മഹാനായ കഅബുൽ അഹ്ബർ റളിയല്ലാഹു അൻഹു, സ്വഹാബികളിൽ പ്രമുഖനാണ് കഅബുൽ അഹ്ബർ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ തൗറാത്തും ഇഞ്ചീലും സബൂറും അടക്കമുള്ള പൂർവകാലത്തെ സർവ്വവേദങ്ങളും കൃത്യമായി പഠിച്ച വേദപുരാണങ്ങളിൽ പാണ്ഡിത്യമുള്ള, ഇസ്ലാമേതര ജീവിതം നയിക്കുന്ന കാലഘട്ടത്തിൽ ജൂതന്മാരുടെ ഇടയിലെ മഹാപണ്ഡിതനായിരുന്ന മഹാനായ കഅബുൽ അഹ്ബർ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയുന്നു, അള്ളാഹുവിന്റെ ഖുർആൻ അല്ലാത്ത മറ്റ് വേദങ്ങളിൽ പലതിലും ആ മഹാൻ കണ്ടിട്ടുണ്ടത്രേ. ആ മഹാൻ കണ്ടിരിക്കുന്നത് എന്ന ഒരു ആശയം കണ്ടിട്ടുണ്ട്. എന്താണ് ഈ പറഞ്ഞത്? ഒരാൾ ദിക്ർ ചൊല്ലാണ്, ദിക്ർ ചൊല്ലിയിട്ട് കുറച്ച് ദുആ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ദിക്റിന്റെ രസം കൊണ്ട്, ഹരം കൊണ്ട്, താല്പര്യം കൊണ്ട് ദിക്റിലായിട്ട് അങ്ങോട്ട് നീങ്ങി ദുആ ചെയ്യാനുള്ള കാര്യം പിന്നത്തേക്ക് മാറ്റി വെച്ചു. എന്നാൽ ആ മനുഷ്യൻ ദുആ ചെയ്തിരുന്നുവെങ്കിൽ കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറം ആ ദിക്റിനെ പരിഗണിച്ചുകൊണ്ട്, ദിക്റുമായി ലയിച്ചു മുന്നോട്ട് പോയ ആ അമലിനെ പരിഗണിച്ചുകൊണ്ട് നൽകുമത്രേ എന്ന് മഹാനായ കഅബുൽ അഹ്ബർ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി പറയുകയാണ്. ഒരു ഹദീസ് ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതുപോലത്തെ തന്നെ ഒരു ഹദീസ് കാണാം. ഒരാള് ഖുർആൻ പാരായണവും ദിക്റുമായി കൂടുന്നു. ഇതിന്റെ ഇടയിൽ അയാൾക്ക് പല കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാൻ. ദുആ ചെയ്യുക എന്നതിന് വേണ്ടി പ്രത്യേകം സമയം കാണാതെ ആ മനുഷ്യൻ ദിക്ർ അങ്ങോട്ട് തീർത്തല്ല, പിന്നെ ദ്വാരക്ക ഖുർആൻ അങ്ങ് കൂടുതലോതാം, ആ തീരുമാനത്തിൽ ദുആ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പിന്നെ ചോദിക്കാൻ തീരുമാനിച്ചാൽ അവൻ ഇനി ദുആ ചെയ്യേണ്ടതില്ല. അത് അള്ളാഹു ഇതിൽ ചോദിച്ചിരുന്നുവെങ്കിൽ എങ്ങനെയാ കൊടുക്കുക, അതിനേക്കാൾ അപ്പുറം ഭംഗിയാക്കി കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തുർമുദിയുടെ ജാമിഉൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത്രത്തോളം ജീവിതത്തിൽ ദിക്റിന്റെ ബന്ധം വലുതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു ദിക്റിനെ കുറിച്ചാണ്. നാം കണ്ട മഹാനല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ കുറിച്ച് സൂറത്തുൽ അഹ്ഖാഫിന്റെ തഫ്സീർ പറയുന്നിടത്ത്, തഫ്സീറുൽ ജലാലൈനിയിലും മറ്റു മുഫസ്സിരീങ്ങൾ ഉദ്ധരിക്കുന്നതായ തഫ്സീറുകളിലും ഒക്കെ കാണാൻ കഴിയും, മുഅ്മിനീങ്ങളായ 9 ആളുകൾക്ക്, മുഅ്മിനീങ്ങളായ 9 അടിമകൾക്ക് അടിമത്തത്തിൽ നിന്നും മോചനം ലഭിക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പണമാണ് ഉപകാരപ്പെട്ടിട്ടുള്ളത്. 9 ആളുകളെ സ്വന്തം പണം കൊടുത്ത് അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 9 മുഅ്മിനീങ്ങളായ മഹാന്മാരായ അടിമകളെ പണം കൊടുത്ത് മോചിപ്പിച്ചു. 9 പേരെ മോചിപ്പിച്ചു. ആര്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാൻ ഒരു ഹദീസ് പഠിപ്പിച്ചു തരാം, ഒരു ദിക്ർ പഠിപ്പിച്ചു തരാം. 9 അടിമകളെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചപ്പോ എത്ര വലിയ കൂലിയ കിട്ടാം, ഒരാളെ അല്ല. എന്നാൽ 9 അല്ല, റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. സ്വഹീഹുൽ ബുഖാരി ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്നുണ്ട്. ഒരു ദിവസം നമുക്ക് 10 അടിമകളെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച കൂലി കിട്ടും. 10 അടിമകളെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 9 അടിമകളെ മോചിപ്പിച്ച വിഷയം ഹദീസുകളിലും തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലുമുണ്ട്.
10 അടിമയെ ഒരു ദിവസം മോചിപ്പിച്ചു എന്ന കൂലി നമുക്ക് എല്ലാ ദിവസവും വാങ്ങാൻ കഴിയും. ഒരു ദിക്ർ 100 വട്ടം ചൊല്ലിയാൽ മതി ദിവസവും. ഒരാൾക്ക് 100 വട്ടം ചൊല്ലാൻ കഴിഞ്ഞാൽ മങ്കാല, ആരെങ്കിലും ഇനി പറയാൻ പോകുന്ന ദിക്ർ 100 വട്ടം ചൊല്ലിയാൽ, 100 വട്ടം ചൊല്ലിയാൽ കാനത്ത് ലഹു അദുൽ 10 റിഖാബിൻ, 10 അടിമകളെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചാൽ കിട്ടുന്ന കൂലി എന്തോ അതുപോലത്തെ ഒരു കൂലി കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് മാത്രല്ല, 100 നല്ല കാര്യങ്ങൾ ചെയ്തു എന്നതും അവന്റെ ഏടിൽ രേഖപ്പെടുത്തും. 100 പാപങ്ങൾ അവൻ ചെയ്തത് അള്ളാഹു മാച്ചു കളയുകയും ചെയ്യും. മാത്രവുമല്ല, ആ മനുഷ്യനെ ഈ ദിക്ർ ചൊല്ലിയതിന്റെ പേരിൽ പിശാചിന്റെ ശല്യങ്ങളെ തൊട്ട് കാവലും കിട്ടും. ഇനി ഇതിനപ്പുറം ഒരു കൂലി കൊടുക്കണമെങ്കിൽ ഈ ദിക്ർ 100-ൽ കൂടുതൽ ചൊല്ലിയ ഒരാൾക്ക് മാത്രമായിരിക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തുന്നുണ്ട് ഈ ഹദീസ്. ഏതായിരിക്കും ആ ദിക്ർ? ദിവസവും 100 വട്ടം ചൊല്ലേണ്ട ദിക്ർ എത്രയോ ഡസൻ കണക്കിന് ഹദീസിന്റെ കിതാബുകളിൽ വളരെ സ്വഹീഹായ റിവായത്തുകളിലൂടെ മാത്രം ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസാണ് ഈ പറഞ്ഞത്. ആ ദിക്ർ ഏതാ? 10 അടിമയെ മോചിപ്പിച്ച കൂലിയും, 100 നന്മ ചെയ്തു എന്ന കൂലിയും, 100 പാപം മാച്ചു കളഞ്ഞു എന്ന കൂലിയും ഒക്കെ കിട്ടുന്ന. അതോടുകൂടെ തെറ്റ് ചെയ്യാൻ പിശാച് നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ ആ പിശാചിൽ നിന്നും കാവൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പതിവായി 100 എണ്ണം ചൊല്ലേണ്ട ആ ദിക്റാണ്. എല്ലാവർക്കും അറിയാവുന്ന ദിക്റാണ്. ആ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു. ഇമാം തിർമിദിയുടെ റിവായത്തിൽ യുഹ്യി വയുമീതു എന്നുണ്ട്. അത് നല്ലതാണ്, അത് കൂട്ടണം. വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 100 വട്ടം പ്രതിഫലം മറക്കണ്ട. സ്വഹീഹുൽ ബുഖാരി ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 100 വട്ടം ദിവസവും ചൊല്ലിക്കോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ.